بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد وعن سليمان بن سورد رضي الله عنه قال كنت جالسا مع النبي صلى الله عليه وسلم സുലൈമാൻ ബിൻ സൂറദിൻ റളിയല്ലാഹു അൻഹു സഹാബി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. വറജുലാനി യസ്തബ്ബാനി വഅഹദുഹുമാ ഖദ് ഇഹ്മറ വജ്ഹുഹു. ആ സമയം രണ്ടാൾക്കാർ പരസ്പരം ദേഷ്യം പിടിച്ച് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വഅഹദുഹുമാ ഖദ് ഇഹ്മറ വജ്ഹുഹു. അതിലൊരാളുടെ മുഖം ചുവന്ന് തുടുത്തിട്ടുണ്ട് ദേഷ്യം കാരണം. വന്തഫഖത് ഔദാജുഹു. അവൻ്റെ ഈ കഴുത്തിലുള്ള നരമ്പൊക്കെ വീർത്ത് വന്നിട്ടുണ്ട് രണ്ട് സൈഡിൽ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലഅഅലമു കലിമതൻ ലൗ ഖാലഹ ലദഹബ അൻഹു മാ യജിദു. എനിക്കൊരു വാക്കറിയാം, ഒരു കലിമത്ത് എനിക്കറിയാം. അത് അവൻ പറയുകയാണെങ്കിൽ അവൻ ഈ അനുഭവപ്പെടുന്ന ദേഷ്യം അതവനിൽ നിന്ന് മാറിക്കിട്ടും. ലൗ ഖാല അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ദഹബ അൻഹു മാ യജിദു. അവൻ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന വാക്ക്, എന്ന കലിമത്ത് പറയുകയാണെങ്കിൽ അവൻ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ദേഷ്യം അവനിൽ നിന്ന് നീങ്ങിപ്പോകുന്നതാണ്. ഫഖാലു ലഹു. അപ്പം ആൾക്കാർ, സഹാബാക്കൾ പറഞ്ഞു അദ്ദേഹത്തോട്, ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ തഅവ്വദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. നിങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയണമെന്ന്. അപ്പോൾ ദേഷ്യം പിടിക്കുന്ന സമയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയുമ്പോൾ ആ ദേഷ്യം നീങ്ങുന്നതാണ്. കാരണം ദേഷ്യത്തിൻ്റെ പിറകിൽ പിശാചാണ്, ശൈത്താനാണ്. അപ്പോൾ ദേഷ്യം പിടിക്കുന്ന സമയത്ത് അവനെന്തും പറയും, എന്തും ചെയ്യും. പിന്നെ ഖേദിച്ചിട്ട് കാര്യമില്ല. പറഞ്ഞ വാക്ക്, ചെയ്ത കാര്യങ്ങൾ, അതിൻ്റെ പിറകിൽ പിന്നെ ഖേദം പ്രകടിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പം ദേഷ്യം പിടിക്കുന്ന ആ സമയത്ത് തന്നെ എന്ത് ചെയ്യുക, സ്വയം നിയന്ത്രിച്ച് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം പറഞ്ഞ് ദേഷ്യത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം മുഅ്മിൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു ഹദീസിൽ സൂചിപ്പിച്ചു, ലൈസ ശദീദു ബിസ്സുറഅ. പരസ്പരം മൽപിടുത്തത്തിൽ വിജയിക്കുന്നവനല്ല ശക്തവാൻ. ഇന്നമ ശദീദുല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. പരസ്പരം മൽപിടുത്തത്തിൽ വിജയിച്ചവനല്ല ശക്തൻ, മറിച്ച് ദേഷ്യം വരുന്ന സമയത്ത് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നവൻ, ശരീരത്തെ സ്വയം നിയന്ത്രിക്കാൻ, മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ശക്തനെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു. അപ്പം ദേഷ്യം പിടിക്കുന്ന സമയത്ത് സ്വയം നിയന്ത്രിക്കാനുള്ളൊരു കാര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് സബറിൻ്റെ ഭാഗമാണ്. സബറുള്ളവർക്ക് അത് കഴിയുള്ളൂ, അല്ലാത്തവർക്കത് കഴിയില്ല. ഇതാണ് ഇന്നത്തെ ഹദീത്ത്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.